നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്താണ് ഇസ്രായേലും അമേരിക്കയുടെയും അടുത്ത നീക്കങ്ങൾ? ഇതാണ് ലോകം മുഴുവൻ ഉറ്റുനീക്കുന്നത്. ഏതായാലും അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ഇസ്രായേൽ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിക്കൊണ്ട് അമേരിക്ക ഒപ്പത്തിനൊപ്പമുണ്ട്. ഏതായാലും ഇപ്പോൾ മറ്റു ചില നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. അതാണിപ്പോൾ വാർത്താ മാധ്യമങ്ങളിലെല്ലാം തന്നെ നിറയുന്നത്. ലോകമെങ്ങും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരുണ്ട്. അത് അയത്തുള്ള അലി ഖമേനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിനെ കുറിച്ചാണ്. ഈ 83-കാരനായ പോരാളിയെ വധിക്കണമെന്നതാണ് ഇസ്രായേലിന്റെ എക്കാലത്തെയും പ്രധാന ആഗ്രഹം. എന്നാൽ ഈ പ്രായത്തിലും മരണത്തിന്റെ മുഖത്ത് ചവിട്ടിയാണ് ഖമേനി മുന്നോട്ടു പോകുന്നത്. ഇതുവരെ ഏകപക്ഷീയമായ നേട്ടം മാത്രം കരസ്ഥമാക്കിയ ചരിത്രമുള്ള ഇസ്രായേലിന്റെ ഹൃദയം പിളർന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യം കണ്ടതോടെ ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ സൂപ്പർ ഹീറോയായാണ് ഖമേനി ഇപ്പോൾ വാഴ്ത്തപ്പെടുന്നത്. എന്നാൽ ആ ആയുസ് അധികമില്ലെന്നും അത് തങ്ങളുടെ കയ്യിലെ ചരടാണെന്നും ഇസ്രായേലും അമേരിക്കയും പറഞ്ഞു വെക്കുന്നത്. പല വിഭാഗങ്ങളായി ചിതറിക്കിടക്കുന്ന ഇസ്ലാമിക വിശ്വാസികളെ അവരെ സംബന്ധിച്ച് ഇസ്രായേലാണ് അവരുടെ ഒന്നാം നമ്പർ ശത്രു. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്നത് ഇറാൻ ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ ഖമേനിയും സൂപ്പർ ഹീറോയായി മാറുന്നത്. ഇസ്രായേൽ അമേരിക്കയും ചേർന്ന് ഏത് നിമിഷവും തങ്ങളെ വധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഖമേനിയും മറ്റ് ഇറാൻ ഉന്നതരും മുന്നോട്ടു പോകുന്നത്. മരണത്തെ ഭയക്കാത്ത നിശ്ചയദാർഢ്യം തന്നെയാണ് ഈ നിമിഷവും അവരെ നയിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതി തകർക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രായേൽ യുദ്ധത്തിന് ഇറങ്ങിയതെങ്കിലും അവർക്ക് ചില അപ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. പശ്ചിമേഷ്യയിൽ സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ പോരാടുന്ന പ്രതിരോധ അച്ചുതണ്ടിന്റെ ശില്പിയായ ഇറാൻ സർക്കാരിനെ നടുവൊടിക്കുക. ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകേണ്ട കാലം കഴിഞ്ഞെന്നും അതിനനുകൂലമായ സാഹചര്യം ഈ യുദ്ധത്തോടെ ഉണ്ടാകുമെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഇറാന്റെ രാഷ്ട്രീയവും മതപരമായ കാര്യങ്ങളുടെ എല്ലാം അവസാന വാക്ക് പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയാണ്. വെള്ളിയാഴ്ച ഇറാനെതിരെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ സൈനിക നടപടി തുടങ്ങിയ ഇസ്രായേൽ ഖമേനിയുടെ പ്രധാന ഉപദേഷ്ടാക്കളെയും അനുചരന്മാരെയും ഉറ്റ വിശ്വസ്തരായ സൈനിക ഉദ്യോഗസ്ഥരെയും ഇല്ലാതാക്കിയിരുന്നു. ഇറാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെയും ആണവശാസ്ത്രജ്ഞരെയും ഒന്നൊന്നായി ഇസ്രായേൽ വധിക്കുമ്പോൾ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഉറ്റുനോക്കുന്നത്. നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ട വിവരം നൽകുകയും എടുക്കുന്ന തീരുമാനം കൃത്യമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥ ശാസ്ത്രജ്ഞ ഉപദേശക നിരയിലെ ഏറെ പേരും ഇല്ലാതായെന്നും ഇത് ഭരണ സംവിധാനത്തിൽ വലിയ ശൂന്യതയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഖമേനി ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും മാധ്യമ റിപ്പോർട്ടുകൾ. സുരക്ഷയെ കരുതി ഖമേനിയെ ഇറാൻ ബങ്കറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഖമേനിയെ തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിച്ചിരുന്നവരിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. ഖമേനിയോട് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അനുവാദമുള്ള ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേധാവി ഹുസൈൻ സലാമി, IRGCയുടെ വ്യോമസേന മേധാവിയും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ തലതൊട്ടപ്പനുമായ അമീർ അലി ഹാജി സാദേഹ്, IRGC ഇന്റലിജൻസ് മേധാവി മുഹമ്മദ് കസീമി എന്നിവരൊക്കെ അതിൽപ്പെടും. പ്രഭുക്കന്മാർ, സൈനിക ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുൾപ്പെടെ 15 മുതൽ 20 വരെ അംഗങ്ങളാണ് ഖമേനിയുടെ ഉപദേശക വൃത്തത്തിലുള്ളത്. നിർണായക യോഗങ്ങളിൽ അതിൽ നിന്ന് 3 പേരാണ് പങ്കെടുക്കുക. അതിലൊരാളായിരുന്നു സലേമി. ഈ സംഘത്തിലെ അംഗങ്ങളെയെല്ലാം ഖമേനിയോട് കറയറ്റ വിശ്വസ്തത പുലർത്തുന്നവരും ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തോട് അചഞ്ചലമായ കൂറുള്ളവരുമാണ്. മുൻപ് ഇസ്രായേൽ പയറ്റിയിരുന്ന അതേ തന്ത്രം തന്നെയാണ് ഇറാനോടും പയറ്റുന്നത്. ഹമാസിന്റെ ആയിക്കോട്ടെ, ഹിസ്ബുള്ളയുടെ ആയിക്കോട്ടെ, ഹൂത്തികളുടെ ആയിക്കോട്ടെ, പ്രധാന മുൻനിരകളിൽ നിൽക്കുന്ന എല്ലാവരെയും തുടച്ചു നീക്കുക, ഇസ്രായേലിന്റെ ഭാഷയിൽ പറഞ്ഞ എലിമിനേറ്റ് ചെയ്യുക, അത് തന്നെയാണ് ഇറാനിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സൈനിക മേധാവികളെയും ആണവശാസ്ത്രജ്ഞരെയും അല്ലെങ്കിൽ തലപ്പത്ത് നിൽക്കുന്ന ആരെയും വധിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ IDF പേജിൽ കാണുന്നതായിരിക്കും എലിമിനേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വാചകം. അടുത്തത് ആരെയായിരിക്കും ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം മുഴുവൻ ആശങ്കയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്. മുൻഗാമിയായിട്ടുള്ള അയത്തുള്ള റൂഹുല്ല ഖമേനിയുടെ വ്യക്തിപ്രഭാവമോ ആജ്ഞാശേഷിയോ ഖമേനിക്കില്ലെന്നായിരുന്നു 1989 പരമോന്നത നേതാവെന്ന സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പലരുടെയും ധാരണ. അതെല്ലാം പഴങ്കഥ. ഖമേനി പറയുന്നതാണ് ഇപ്പോൾ ഇറാന്റെ അവസാന വാക്ക്.
രാജ്യത്തിനകത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയും പുറത്ത് മധ്യപൂർവ്വ ദേശമാകെ ഇസ്രായേൽ US സഖ്യത്തിനെതിരായ ശൃംഖല വളർത്തിയും ഖമേനി കരുത്തനായി. എന്നാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനിടയുള്ളപ്പോൾ തന്ത്രപരമായി വഴങ്ങിക്കൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുമുണ്ട്. 2015 ആണവ പദ്ധതി രാജ്യാന്തര നിരീക്ഷണത്തിനായി തുറന്നതും ട്രംപ് ഭരണകൂടവുമായി ചർച്ചയ്ക്ക് തയ്യാറായതും ഉദാഹരണമാണ്. 1989 ഖമേനി ഇറാന്റെ പരമോന്നത നേതാവായത്. 1979 ഇസ്ലാമിക വിപ്ലവ സമയത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുമുണ്ട്. അക്കാലത്ത് ബോംബാക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കുറച്ചുനാൾ ആരോഗ്യ പ്രശ്നങ്ങളാൽ അവശതയിലാണെന്നും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇറാനിലെ ഭരണ സംവിധാനം അനുസരിച്ച് സായുധ സേനയ്ക്ക് മേൽ പരമാധികാരം സർക്കാരിനാണ്. യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരവും അവർക്ക് തന്നെ. സൈനിക കമാൻഡർമാർ, ജഡ്ജിമാർ എന്നിവരുടെ നിയമനവും സർക്കാരിന് നടത്താം. എന്നാൽ വിദേശകാര്യം ഉൾപ്പെടെയുള്ള സുപ്രധാന വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് ഖമേനിയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും. 1999 2009 2022 ഉണ്ടായ ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ IRGCയെയും ബസീജ് സായുധ സേനയെയും ഇറക്കിയത് ഖമേനിയാണ്. ആഭ്യന്തര പ്രശ്നങ്ങളും പാശ്ചാത്യ ഉപരോധവും കൊടുമ്പിരി കൊള്ളുമ്പോഴും ഇറാന്റെ മതപരമായ സംവിധാനങ്ങളെ മുറുകെ പിടിക്കാൻ അക്ഷീണം യത്നിച്ച ഖമേനി പാശ്ചാത്യ രാജ്യങ്ങളെ ഒരു രീതിയിലും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. മകൻ മെജ്താബയാണ് ഖമേനിയുടെ പിൻഗാമിയാകുക എന്നാണ് വർത്തമാനങ്ങൾ. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അദ്ദേഹം അതിനുള്ള ശ്രമങ്ങൾ മുറുക്കി തുടങ്ങിയിരിക്കുന്നു. ഇറാന്റെ അധികാരത്തിന്റെ നെടുന്തൂണായ IRGCയിലും മെജ്താബയ്ക്ക് നിർണായക സ്വാധീനമുണ്ട്. സുന്നി ആശയം പിന്തുടരുന്ന ഗൾഫ് രാജ്യങ്ങളാണ് ചുറ്റുമെങ്കിലും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെ മേഖലയിലെ കരുത്തുറ്റ രാജ്യമാക്കി വളർത്തിയെടുത്തതിൽ 40 വർഷത്തെ ഖമേനിയുടെ നേതൃത്വമുണ്ട്. ആത്മീയ നേതൃത്വം എന്ന നിലയ്ക്കാണ് ഖമേനി അനിഷേധ്യനായ നേതാവായതെങ്കിലും ശിഷ്യനായ ഖമേനി സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ഭരണ സൈനിക സ്വാധീനത്തിലാണ് സ്ഥാനമുറപ്പിച്ചത്. പരമോന്നത നേതാവ് എന്ന രാഷ്ട്രതലവന്റെ കസേര തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റുമാരേക്കാൾ ഉയരത്തിൽ നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളുടെയും അയൽ രാജ്യങ്ങളുടെയും എതിർപ്പ് അവഗണിച്ച് ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോയതും ഖമേനിയുടെ നിശ്ചയദാർഢ്യത്തിലാണ്. ഗസയിൽ ഹമാസ്, ലെബനിൽ ഹിസ്ബുള്ള, യമനിൽ ഹൂത്തികൾ, ഇറാഖിൽ പ്രാദേശിക സായുധ സംഘങ്ങൾ, ഇറാന്റെ അനുഗ്രഹാശിസ്സുകളോടെ പ്രവർത്തിക്കുന്നവരാണ് ഇവരെല്ലാം. ഇവർക്കെതിരെയെല്ലാം ഒരേ സമയം ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. സിറിയയിൽ അസദ് ഭരണകൂടം ജനകീയ പ്രക്ഷോഭത്തിൽ പുറത്താക്കുക കൂടി ചെയ്തതോടെ മേഖലയിൽ ഇറാന്റെ സ്വാധീനം കുറഞ്ഞെന്ന് റോയിട്ടേഴ്സ് പറയുന്നു. എന്നാൽ എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്തി കളയാമെന്ന ധാരണ ഇസ്രായേലിനുമില്ല. ഖമേനിയെ വധിച്ചാൽ യുദ്ധം തീരുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണിയിൽ ലക്ഷ്യം വ്യക്തമാണ്. ഖമേനിയെ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് അറിയാമെന്നും പക്ഷേ ഖമേനിയെ വധിക്കാൻ നിലവിൽ പദ്ധതിയില്ലെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞു. അതായത് ഇസ്രായേലിനെ ആ നീക്കത്തിൽ നിന്നും പിന്തിരിപ്പിച്ചതും ട്രംപാണ്. ഇറാനിലെ പരമോന്നത നേതാവിനെ വീഴ്ത്തുന്നതോടെ ആ ഭരണ സംവിധാനം തകരുമെന്നും പകരം ഭരണകൂടത്തെ വാഴ്ത്തിക്കാനാവുമെന്ന കണക്കുകൂട്ടലിലാണ് USഉം ഇസ്രായേൽ നീങ്ങുന്നതെന്ന് ഇത് വ്യക്തമാക്കുന്നു.